പൂവങ്കോയ്ക്ക് ഹെയർ ജെല്ലിട്ട് മാറിയെന്നുണ്ട്. എന്റെ മുടിന്റെ അവസ്ഥ 2 ദിവസം ഗോവയിൽ നിന്ന് പോക്കി. നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അടുത്ത പരിപാടി എന്താ വെച്ചാ ഇതൊക്കെ തന്നെ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഉറക്കത്തിൽ നിന്ന് വെച്ചിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ച് കഴിക്കലാണ് പതിവ്. എന്നിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് മാറ്റി വരുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ടാവും. അതിന്റെ ഒരു കാതിലുണ്ട് കാർട്ടൺ സീലോണ്ട് അടിച്ച ഷർട്ടോണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പുറത്ത് രണ്ടെണ്ണനും ഹാജരായിക്കണം. എന്നിട്ട് നമ്മളെ പേട കൊടുത്തിട്ട് നമ്മളെ നേരെ വിട്ടു. ഇന്നത്തെ തുടക്കം ഒരു ചരിത്ര സ്മാരക സ്ഥലത്ത് തന്നെ ആയിക്കോട്ടെ. ഇതാണ് ഗോഡാഫോ. 1864 ഇത് നിർമ്മിച്ചത്. ഏഷ്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ലൈറ്റ് ഹൗസിന്റെ ലിസ്റ്റ് എടുക്കാൻ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ സെറ്റ് പാൾ കിട്ടോ, പക്ഷെ ഒക്കെ പൂട്ടിട്ട് കാണും. അതിന്റെ ഉള്ളിൽ എന്തേക്കാരെന്ന് അറിയാൻ ഒരു ജാതി തോരെ. ഒരു കോട്ടയൊക്കെ ആവുമ്പോ ജയിലും ആണല്ലോ, അതുകൊണ്ട് ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. പണ്ടത്തെ സെറ്റപ്പ് ഇതിനുള്ളിൽ എങ്ങനെയൊക്കെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വിട്ട് കണ്ടോളും ബീച്ച് കാണാം. അവിടുന്ന് വെറുതെ ഒരു തോരൊക്കെ കോൾഡ് കോഫി കുടിച്ചത്. അവിടുത്തെ കിച്ചണിൽ ഇക്കൊരു ചാൻസ് തന്ന ഇല്ലാറ വെച്ചത് ഞാനാണ് ഉണ്ടാക്കി ഓലേക്കൊണ്ടോട് കുടിപ്പിക്കും. ഈ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ബാഗ ബീച്ച് പോലെ തന്നെ ആണെങ്കിൽ ഒരു സമാധാനപരമായിട്ടാണ് ഇവിടെ നീങ്ങുന്നത്. അവിടുന്ന് നേരെ റൂമൊക്കെ നിറച്ച് ഡിന്നറും കഴിച്ച് പിന്നെ ഇറങ്ങി. ഇവിടുത്തെ ബെഡ്റൂമിൽ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോ കേരളത്തിൽ തന്നെ നിന്നാ മതി തോന്നുന്നു. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലമാണ് ഗോവയിൽ തന്നെ മിനി ബാങ്കോക്ക് എന്നറിയപ്പെടുന്ന ടിറ്റോസ് ലൈൻ. ഇവിടെ ഒന്ന് ക്യാമറ പൊക്കിയപ്പോ അപ്പുറത്തും ഇപ്പൊന്നൊക്കെ വിളി വന്നോണ്ട് അധികം ക്ലിപ്സ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിന്റെ കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ട്രിപ്പ് വന്ന ട്രിപ്പ് ഡോട്ടിന്റെ പാക്കേജ് എടുത്തിട്ടാണുള്ളത്, നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പൊ ഓരോ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഗോവയത്തെ ലാസ്റ്റ് നൈറ്റും കഴിയും. പിറ്റേ ദിവസം നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുട്ടപ്പനായിരിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകാനുള്ള ആളെത്തി. അങ്ങനെ ഗോവയത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനം. ഇനി ഇപ്പോഴത്തൊന്നും നാട് വിടാനുള്ള ശേഷിയില്ല. നാട്ടിൽ കുറച്ചാലും നിൽക്കാം. കുറച്ച് നാട്ടു വീട്ടു വിശേഷം കൊണ്ട് ഞാൻ വരണം. അപ്പൊ ഫോളോ ചെയ്ത ചുള്ളി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.